ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ശക്തികളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും ശക്തമായ അവയവമായ തലച്ചോറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ ബ്രെയിൻ എത്ര ശക്തമാണ്? നമ്മൾ ബ്രെയിൻ്റെ ശേഷി മുഴുവൻ ഉപയോഗിക്കുന്നുണ്ടോ? മെമ്മറി, ക്രിയേറ്റിവിറ്റി, ഇൻറ്റ്യൂഷൻ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യൻ്റെ ബ്രെയിൻ ഏകദേശം 86 ബില്യൺ ന്യൂറോൺസ് ഉള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. ശാസ്ത്രജ്ഞർ തലച്ചോറിൻ്റെ മുഴുവൻ പ്രവർത്തനവും മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏൻഷ്യൻ്റ് ഫിലോസഫേഴ്സ് ബ്രെയിനിനെ മൈൻഡ് എന്ന് വിളിച്ചു. മോഡേൺ സയൻസ് ബ്രെയിനിനെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആയി പഠിക്കുന്നു. ഈ എപ്പിസോഡിൽ ഹ്യൂമൻ ബ്രെയിൻ സയൻസ്, സൈക്കോളജി, ഏൻഷ്യൻ മെഡിറ്റേഷൻ, വിസ്ഡം എന്നിവയെക്കുറിച്ച് ഉള്ള സൂചനകൾ നോക്കാം. വേൾഡ് നൗ. ബ്രെയിൻ റിസർച്ച് ഇന്ന് വേഗത്തിൽ മുന്നേറുന്നു. ന്യൂറൽ ലിങ്ക് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് ഡെവലപ്പ് ചെയ്യുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ന്യൂറോ സയൻസ് റിസർച്ച് നടത്തുന്നു. MIT AI പ്ലസ് ബ്രെയിൻ ഇൻ്ററാക്ഷൻ പഠിക്കുന്നു. ശാസ്ത്രജ്ഞർ ബ്രെയിൻ സിഗ്നൽസ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് ഫ്യൂച്ചർ ടെക്നോളജി റവല്യൂഷൻ ആയി മാറിയേക്കാം. ബ്രെയിൻ്റെ ഘടന നമുക്കേവർക്കും അറിയാം. ഹ്യൂമൻ ബ്രെയിന് 3 ഭാഗങ്ങളുണ്ട്. സെറിബ്രം തിങ്കിങ്, മെമ്മറി എന്നിവ കൈകാര്യം ചെയ്യുന്നു. സെറിബെല്ലം മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നു. ബ്രെയിൻ സ്റ്റേം ബേസിക് ലൈഫ് ഫങ്ഷൻസ് നിയന്ത്രിക്കുന്നു. ബ്രെയിൻ ന്യൂറോൺസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇനി എന്താണ് ഈ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് സയൻറ്റിഫിക് കൺസെപ്റ്റ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ അർത്ഥം എന്താണ്? അതിൻ്റെ യഥാർത്ഥ അർത്ഥം ബ്രെയിൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നു എന്നാണ്. ലേണിംഗ്, പ്രാക്ടീസ്, എക്സ്പീരിയൻസ് ഇവ ബ്രെയിൻ കണക്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യുന്നു. പഠനം, പരിശീലനം, അനുഭവങ്ങൾ ഇവ തലച്ചോറിൻ്റെ കണക്ഷൻസിനെ ശക്തമാക്കി മാറ്റും എന്നാണ് സൂചന. ബ്രെയിനിൽ മറഞ്ഞിരിക്കുന്ന ഹിഡൻ ആയിട്ടുള്ള ബ്രെയിൻ എബിലിറ്റീസ് എന്തൊക്കെയാണ്? ശാസ്ത്രജ്ഞന്മാർ ചില എക്സ്ട്രാ ഓർഡിനറി ബ്രെയിൻ എബിലിറ്റീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 1. ഫോട്ടോഗ്രാഫിക് മെമ്മറി. 2. എക്സ്ട്രീം ക്രിയേറ്റിവിറ്റി. 3. ഇൻറ്റ്യൂഷൻ. ബ്രെയിൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് വഴി ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ഏൻഷ്യൻ്റ് മങ്സ് സെഞ്ച്വറീസ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിരുന്നു, പഠിപ്പിച്ചിരുന്നു. ബ്രെയിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ: ദ ബ്രെയിൻ ദാറ്റ് ചേഞ്ചസ് ഇറ്റ്സെൽഫ്, തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ, ദ പവർ ഓഫ് ഹാബിറ്റ്. കഴിയുമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക. ബ്രെയിൻ തിങ്കിങ് ആപ്സ്: ലുനോസിറ്റി, എലിവേറ്റ്, ഹെഡ് സ്പേസ് മുതലായവ ബ്രെയിൻ തിങ്കിങ് ആപ്സ് ആണ്. മെമ്മറി ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാൻ ഇവ സഹായിക്കുന്നു.
മനുഷ്യൻ്റെ തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നതിനുള്ള ചില സൂചനകൾ നൽകാം. 1. ഡെയിലി റീഡിംഗ്. 2. മെഡിറ്റേഷൻ. 3. ലേണിംഗ് ന്യൂ സ്കിൽസ്. 4. ഫിസിക്കൽ എക്സസൈസ്. 5. ഡീപ്പ് തിങ്കിങ്. ഇവ ബ്രെയിനിൻ്റെ പ്രകടനത്തെ, പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. മനുഷ്യൻ്റെ തലച്ചോറ് പ്രപഞ്ചം പോലെ സങ്കീർണമാണ്. ശാസ്ത്രജ്ഞന്മാർ ബ്രെയിൻ റിസർച്ച് തുടരുന്നു. ഏൻഷ്യൻ്റ് മങ്കേഴ്സ്, സീക്കേഴ്സ്, പണ്ഡിതന്മാർ ധ്യാനം പരിശീലിപ്പിച്ചിരുന്നു. ഈ കിട്ടിയ സൂചനകൾ വഴി നിങ്ങളുടെ തലച്ചോറിലെ തരംഗങ്ങളിൽ ഇഷ്ടപ്പെട്ടവ തിരഞ്ഞെടുത്ത് റിസർച്ച് നടത്തുക, പുതിയ അറിവുകൾ സമ്പാദിക്കുക, പകരുക എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.